ഹായ് ഓൾ, എല്ലാവർക്കും ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ മോളെ കൊണ്ട് അംഗനവാടി വിട്ടിട്ട് ഞാനും അച്ചാച്ചനെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിനാണ്. അപ്പം ഞാനും അച്ചാച്ചനും എളയ മോളുമായിട്ട് ഞങ്ങളിന്നൊരു സ്ഥലം വരെ പോയി. വേറെ ഒരിടമല്ല, അച്ചാച്ചൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ കരാട്ടെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ കരാട്ടെ ക്ലാസ്സിലേക്ക്, അതായത് ഡോജോ, കരാട്ടെ സെൻറ്ററുകളെ ഡോജോ എന്നാണ് വിളിക്കുന്നത്, ഡോജോയിലേക്ക് ഒരു ഫ്ലെക്സ് മാറ്റി വയ്ക്കാനായിട്ട്. ഡോജോ ഇനോഗ്രേഷൻ ചെയ്ത സമയത്ത് നമ്മൾ വെച്ചിട്ടുള്ള ഫ്ലെക്സ് ആയിരുന്നു. അപ്പോൾ അത് മാറ്റി വയ്ക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ 3 പേരും കൂടെ പോയത്. മേളിൽ, അതായത് പുത്തൻചന്ത എന്ന് പറയും ഈ സ്ഥലത്തിന്, നമ്മുടെ ചവറ ടൈറ്റാനിയം ജംഗ്ഷന് അടുത്തായിട്ടാണ് ഈ സ്ഥലം. അപ്പോൾ പുത്തൻചന്തയിൽ ആണ് ഈ സെൻറ്റർ വരുന്നത്. 3ാമത്തെ നിലയിലാണ് ഈ കരാട്ടെ ക്ലാസ്, അതായത് ഡോജോ ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഞാനും മോളും ഉണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ കുഞ്ഞുണ്ട്. ഇതൊക്കെ അവരുടെ കരാട്ടെ ക്ലാസ്സിനെ പറ്റിയുള്ള അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ ഡോജോയിലെത്തി. ഡോജോയിൽ കയറി കുറേ നാളായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്. അപ്പം എന്നെ വെൽക്കം ചെയ്തതാണ് കേട്ടോ, കൈ വെച്ച് ഇങ്ങനെ കാണിച്ചതേ. അങ്ങനെ ഡോജോയിൽ കയറി. അപ്പം ഞാനിങ്ങനെ നോക്കുവാ. ഈ കസേര നമ്മൾ ഓൺലൈൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ അന്നിവിടെ കൊണ്ടുവന്ന സമയത്ത് കണ്ടതാണ്, പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഈ കസേര. അപ്പം ഞാൻ അതിലിങ്ങനെ ഇരുന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ദാണ്ട് ഈ ഫ്ലെക്സാണ് മാറ്റി വെക്കാനായിട്ട് പോകുന്നത്. അപ്പം വേറെ ആരുമില്ല സഹായിക്കാനായിട്ട്. എനിക്കിപ്പം ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം എൻ്റെ കയ്യിൽ കുഞ്ഞുണ്ട്. അച്ചാച്ചൻ ഒറ്റയ്ക്കാണ് ഇത് മാറ്റി വയ്ക്കുന്നത്. നമ്മൾ ഈ പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കാണാനൊക്കെ കൊള്ളാം, നോക്കി പോകും. പക്ഷെ അതിൻ്റെ പിന്നിൽ എന്തോരം കഷ്ടപ്പാടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ നിന്നിട്ട് അവിടെ ചരട്, ഇത് കെട്ടാനുള്ള കയറൊക്കെ ഇങ്ങനെ പിടിച്ചു കൊടുത്ത് അതൊക്കെ കറക്റ്റ് അളവിന് മുറിച്ചെടുത്തിട്ട്, ഇതാദ്യം ഈ വെച്ചിരിക്കുന്ന പഴയ ഫ്ലെക്സ് നമ്മൾ കെട്ടി തന്നെ താഴോട്ട് ഇറക്കണം. അത് ആ കെട്ടെല്ലാം അത് കണക്ക് പൊട്ടിച്ചു വിട്ടാൽ താഴെ റോഡാണ്, അപ്പോൾ റോഡിലോട്ട് ചെന്ന് വീഴും. അപ്പോൾ അത് വലിയ അപകടം ഉണ്ടാകും. അതുകൊണ്ട് ഇത് സൂക്ഷ്മമായിട്ട്, അതായത് നല്ല ശ്രദ്ധയോടെ വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇത് 2 സൈഡും കൊണ്ട് കെട്ടിയിട്ട്, കണ്ട ആ സൈഡും കെട്ടി ഇപ്പുറത്തെ സൈഡും കെട്ടി, എന്നിട്ടാണ് നമ്മൾ താഴോട്ട് ഇത് ഇറക്കേണ്ടത്. താഴോട്ട് ഇറക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഇതാണ്, കാരണം മെയിൻ റോഡാണ്. ബസ്സും വണ്ടിയും അങ്ങനെ ആളുകളൊക്കെ പോകുന്ന മെയിൻ റോഡാണ്. അതിലിങ്ങനെ സൂക്ഷ്മതയോടെ ഇങ്ങനെ ചെയ്യുക. അപ്പം ഞാനിങ്ങനെ അടുത്ത് നിന്ന് ചോദിക്കുക, ഇതെങ്ങനെ ഇറക്കും, ഒറ്റയ്ക്ക് പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത്, ശ്രമിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ആൾ ചെയ്തു കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന കണക്ക് തന്നെ എല്ലാം നോക്കി ചെയ്ത് പയ്യെ ഫ്ലെക്സ് താഴോട്ട് ഇറക്കി. ഇപ്പം ആദ്യം നമ്മൾ കടയിൽ പോയി ഫ്ലെക്സ് എടുത്തിട്ട് വന്നായിരുന്നു. ആ ഫ്ലെക്സ് ഇതിൻ്റെ പുറത്ത് വെച്ച് അടിക്കണം. അതായത് ഇത് പഴയ ഫ്ലെക്സ് ആണല്ലോ, ഈ ഫ്ലെക്സാണ് നമ്മൾ മാറ്റുന്നത്. ഇത് മാറ്റിയിട്ട് നമ്മൾ പുതിയ ഫ്ലെക്സ് ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ച് അടിക്കുകയാണ് ചെയ്യുന്നത്. ഈ പട്ടികയിൽ തന്നെ ഈ പുതിയ ഫ്ലെക്സ് വയ്ക്കും. അങ്ങനെ അതിന് ആദ്യം പഴയ ഫ്ലെക്സ് താഴോട്ട് ഇറക്കണ്ടേ, അങ്ങനെ താഴോട്ട് ഇറക്കുക. പയ്യെ ഇങ്ങനെ വലിച്ച് താഴോട്ട് ഇറക്കി. ഇത് 2nd ഫ്ലോറിലോട്ട് ഇങ്ങനെ പോയി നിന്നിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ നിന്നാണ് ഈ ഫ്ലെക്സ് വലിച്ചെടുക്കുന്നത്. ഫ്ലെക്സ് വലിച്ചെടുത്തിട്ട് അവിടെ വെച്ചിട്ടാണ് കെട്ടുന്നത്. ഇതൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാടാണ്. അത് 2-3 പേര് നിന്ന് ചെയ്യേണ്ട കാര്യമാണ് ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്നത്. അത് ഇന്നെനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി. നമ്മളിപ്പം ഈ വലിയ കടകളുടെ ഫ്ലെക്സ് ബോർഡൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് എന്തോരം കഷ്ടപ്പാടുണ്ടാകും അതിൻ്റെ ഒക്കെ പുറകിൽ. എന്തായാലും കൃത്യമായിട്ട് തന്നെ എല്ലാം ചെയ്ത് തീർത്ത്. ഇതിങ്ങനെ ചരട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട്. ചരടെന്ന് ഉദ്ദേശിക്കുന്നത് കയറ്. ആ കയറിങ്ങനെ താഴോട്ടിട്ട് നോക്കി കൃത്യമായിട്ട് അത് ഓക്കെ ആണോ, ശരിയാണോ എന്നൊക്കെ നോക്കിയിട്ട് ആണ് അതെന്ത് ചെയ്യുന്നത്, താഴോട്ട് ഇറക്കുന്നത്. ഇപ്പം കണ്ട, ആ 2nd ഫ്ലോറിലോട്ട് നിർത്തിയിട്ടാണ് ഇനി നമ്മൾ അവിടെ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫ്ലെക്സ് മാറ്റുന്നത്. അങ്ങനെ നമ്മൾ 2nd ഫ്ലോറിലോട്ട് പോവുക.
സെക്കൻഡ് ഫ്ലോറിലെത്തിയിട്ട് നമ്മൾ പഴയ ഫ്ലെക്സ് അത് നമ്മൾ അടിച്ചുകൊണ്ട് വന്ന പുതിയ ഫ്ലെക്സ് എടുത്ത് വെച്ച് നോക്കിയപ്പോഴത്തേക്കുമാണ് ഫ്ലെക്സ് നമ്മൾ അടിച്ചുകൊണ്ട് വന്ന ഫ്ലെക്സ് ചെറുതും നമ്മൾ വെച്ചിരുന്ന ഈ പഴയ ഫ്ലെക്സ് വലുതും, അതായത് എത്രയോ ഇഞ്ച് വ്യത്യാസം വരുന്നുണ്ട്. അപ്പം ആദ്യം എന്തോ ചെയ്യും എന്നിങ്ങനെ വിചാരിച്ചിരുന്നു. അപ്പോഴത്തേക്കും പറഞ്ഞ് വഴിയുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് പോയി ഒരു ആ വ്യത്യാസം വന്ന ഭാഗം ഇത് നമ്മൾ അടിച്ചിട്ട് വന്ന പുതിയ ഫ്ലെക്സാണ്. ഇതെടുത്ത് ആ പഴയ ഫ്ലെക്സിൽ വെച്ചപ്പോഴത്തേക്കും ഇങ്ങനെ അടിച്ച് കംപ്ലീറ്റ്, അതായത് ഇങ്ങനെ സ്റ്റാപ്ലർ ചെയ്ത് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ഇത് പറന്ന് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റാപ്ലറാണ് ചെയ്യുന്നത്. വലിയ സ്റ്റാപ്ലർ ഉണ്ടല്ലോ, ആ വലിയ സ്റ്റാപ്ലർ വെച്ചിട്ടാണ് അടിക്കുന്നത്. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം ഞാൻ കുഞ്ഞുമായിട്ട് അടുത്ത് തന്നെ നിൽപ്പുണ്ട് കേട്ടോ. കുഞ്ഞ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം മോളുമായിട്ട് ഞാൻ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. അപ്പം ഞാനിങ്ങനെ നോക്കുക, ഞാൻ ചോദിക്കുന്നുണ്ട്, ഇതിനിടയ്ക്കെല്ലാം ഞാൻ ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളത്. ഇപ്പോഴാണ് മനസ്സിലായത് ഇത് ചെറുതാണെന്നുള്ളത്. നമ്മൾ അടിച്ചുകൊണ്ട് വന്ന ഫ്ലെക്സ് ചെറുതും ഉണ്ടായിരുന്ന പഴയ ഫ്ലെക്സ് ബോർഡ് വലുതും. അതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, അവിടെ തന്നെ വെച്ചിട്ട് അതേ കണക്കിന് താഴ്പോട്ട് ഇറക്കിയിട്ട് എന്ത് ചെയ്യണം, തിരിച്ചെടുക്കണം. ഇത് സെൻറ്ററല്ല, സ്ഥലം ചെറുതായതുകൊണ്ട് നമ്മളിത് തിരിച്ചെടുക്കണം. എടുത്ത് കൃത്യമായിട്ട് ഒതുക്കി വെക്കണം. ഒതുക്കി വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ പോയി ഇതിന് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും പിക്ചേഴ്സും കാര്യങ്ങളുമൊക്കെ വെച്ചിട്ട് ഈ സ്ഥലം, ഈ പ്ലേസ് ഒന്ന് കറക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ അതിന് വേണ്ടി പോയി. ആ സമയത്ത് ഞാനും മോളും അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇതൊക്കെ എന്ത് കഷ്ടപ്പെട്ട കാര്യങ്ങളല്ലേ. നമ്മളിങ്ങനെ യാത്രകളൊക്കെ ചെയ്തു പോകുമ്പോൾ ഇതൊക്കെ കാണുമെങ്കിലും ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇത്രത്തോളം കഷ്ടപ്പാടുണ്ട് എന്നുള്ളതൊന്നും നമ്മൾ മനസ്സിലാക്കത്തില്ല. ഓരോന്നിനും അതിൻ്റേതായ കഷ്ടപ്പാടും ഇതൊക്കെ ഉണ്ട് എല്ലാ ജോലിക്കും. അപ്പം ഞാനിങ്ങനെ അവിടെ ഇരുന്ന സമയത്ത് ഇങ്ങനെ ഡോജോയുടെ കാര്യങ്ങൾ, ഫോട്ടോയും വീഡിയോയും ഒക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്തതാണ്. ഇതാണ് നമ്മൾ വാങ്ങിച്ച കസേര. അത് ഞാനാണ് കേട്ടോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് കൊടുത്തത്. നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മൾ വിചാരിക്കും ഓൺലൈനൊക്കെ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണ് എന്ന്, പക്ഷേ നല്ല പാക്കിങ്ങും കാര്യങ്ങളും ആയിരുന്നു. നമുക്ക് വീട്ടിൽ കൊണ്ടുതന്നു. നമ്മൾ പുറത്ത് പോയി വാങ്ങിക്കുവാണെങ്കിൽ നമ്മൾ തന്നെ എനിക്കൊന്ന് വീട്ടിലോട്ട് കൊണ്ടുവരണമായിരിക്കുമെന്ന് തോന്നുന്നു. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ലായിരുന്നു. നമുക്കിത് വീട്ടിൽ കൊണ്ടു തന്ന് ഒക്കെ കൃത്യമായിരുന്നു. നല്ല ചെയറാണ്. ഈ സമയം കൊണ്ട് ആൾ പോയിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഭാഗത്തേക്കുള്ള ഫ്ലെക്സ് ബോർഡ് എടുത്തിട്ട് വന്നു. അതിൽ പിക്ചേഴ്സൊക്കെയാണ് ആഡ് ചെയ്തത്. കരാട്ടയുടെ തന്നെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ആഡ് ചെയ്ത് അതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അത് സ്റ്റാപ്ലർ ചെയ്തിട്ട് അതിൽ പശ വെച്ച് ഒട്ടിച്ച് ഇങ്ങനെ നടുക്ക് ഇത് വെച്ച് ഒട്ടിച്ചിട്ടാണ് നമ്മൾ ഫ്ലെക്സ് വെക്കുന്നത്. അപ്പോഴത്തേക്ക് സ്റ്റാപ്ലറിൻ്റെ പിന്നെ തീർന്നു. പിന്നെ പുതിയ സ്റ്റാപ്ലറിൻ്റെ പിന്നൊക്കെ ഇട്ടിട്ട്, ഇത്രയും വലിയ സ്റ്റാപ്ലറിലാണ് കേട്ടോ അടിക്കുന്നത്. പുതിയ പിന്നൊക്കെ ഇട്ട് ഇത് പശ ഒട്ടിക്കുക ആ സൈഡിലിങ്ങനെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടി. ഇത് ഒരുപാട് സമയമെടുത്തു. നമ്മൾ സാധാരണ എൻ്റെ അടുത്ത് അത്യാവശ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് തീരും എന്നാണ്. പക്ഷെ നമുക്കിപ്പോൾ ഒരുപാട് സമയമെടുത്തു. കാരണം ഫ്ലെക്സ് കറക്റ്റായില്ല. പിന്നെ പോയി ഫ്ലെക്സ് അവിടെ ചെയ്ത് എടുത്ത് വരണ്ടേ, പ്രിൻ്റൊക്കെ കിട്ടണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് ഇപ്പോൾ അതാണ്ട് ഇത് താഴോട്ട് ഇറക്കുവാണ്. ഇത് ഒറ്റയ്ക്കാണ് നിന്ന് ചെയ്യുന്നത്. അതാണ് അവിടെ മേളിലാണ് വെക്കേണ്ടത്. ഈ സ്ഥലത്താണ് വെക്കേണ്ട. അതായത് 2 പേര്, മൊത്തം 3 ആളുകൾ വേണം. 2 പേര് മേളിൽ പിടിക്കാനും. പക്ഷെ ഒറ്റയ്ക്കാണ് ഇതൊക്കെ നിന്ന് ചെയ്യുന്നതെന്നുള്ളതാണ് കാര്യം. അപ്പോൾ അതാണ്ട് ഫ്ലെക്സ് വലിച്ച് മേളിലോട്ട് കൊണ്ടുവരണം. മേളിലെത്തി അതവിടെ ഉറപ്പിച്ച് നിർത്തിയാലേ അത് കൃത്യമായിട്ട് നമുക്ക് കെട്ടണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് മെയിൻ റോഡ് ആയതുകൊണ്ടും അവിടെ വേറെ നമ്മുടെ ഇതുകൊണ്ട് ബാക്കി ഒരു അപകടമോ കാര്യങ്ങളോ ഒന്നും വരരുതല്ലോ. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് തന്നെ അവിടെ കെട്ടി വെക്കണം. അതിനായിട്ട് അവിടെ ഇങ്ങനെ 2 സൈഡും വലിച്ച് മേളിലോട്ട് കൊണ്ടുപോയി മേളിലെത്തിയിട്ട് ഇനി അവിടെ കെട്ടി വെച്ചിട്ട് ഇതൊക്കെ ഓരോന്നിങ്ങനെ കെട്ടി വരിഞ്ഞ് മേളിലോട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടി വെച്ചിട്ട് ഇങ്ങനെ കെട്ട് കറക്റ്റാണോ, വല്ല ഇതുണ്ടോ, ലൂസ് വല്ലതും ഉണ്ടോ ഇല്ലയോ എന്നെല്ലാം ഇങ്ങനെ നോക്കുക. സൈഡും അറ്റം ചേർത്ത് മാത്രമല്ല, സൈഡും എല്ലാം കൂടെ ചേർത്ത് കെട്ടുന്നുണ്ട്.
അങ്ങനെ കൃത്യമായിട്ട് തന്നെ കെട്ടുന്നുണ്ട്. ഇതിനിടയ്ക്ക് എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇത്രയും അങ്ങനെ എന്തായാലും കുറേ നാളായി പഴയ ഫ്ലെക്സ് ഇരിക്കുന്നത് കേട്ടോ. 2023 ഈ ഡോജോ നമ്മൾ എടുക്കുന്നതും ഇവിടെ ഇനാഗുറേഷനൊക്കെ ചെയ്യുന്ന. അതിന് ശേഷം ഇപ്പോഴാണ് ഫ്ലെക്സ് ബോർഡ് മാറ്റുന്നത്. അപ്പോൾ ഇത്രയും നാൾ ഇരുന്ന ഫ്ലെക്സ് ബോർഡാണ് നമ്മൾ മാറ്റുന്നത്. അതും വലിയ ഫ്ലെക്സ് ബോർഡ്. അത് ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടൊന്നുമില്ല. ഞാനവിടെ ജസ്റ്റ് ഞാൻ കൂടെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിന് മുന്നേ ഫ്ലെക്സൊക്കെ വെക്കാനായിട്ട് ഞാൻ കൂടെ പോയിട്ടുണ്ട്. അന്നേരം ഞാൻ വണ്ടിയിലിരിക്കും. അച്ചാച്ചൻ തന്നെ കയറി വെക്കുന്നത്. അച്ചാച്ചൻ്റെ ക്ലാസ്സിൽ മിക്ക കാര്യങ്ങളും അച്ചാച്ചൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഒരാളെ നിർത്തി ചെയ്യാം. പക്ഷെ അവർ വന്ന് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു എമൗണ്ടും പോകും. പിന്നെ നമ്മൾ വെക്കുന്ന അത്ര പെർഫെക്ഷൻ കിട്ടണമെന്നുമില്ല. അന്നേരം അതാകുമ്പോൾ അച്ചാച്ചനെന്ന് പറഞ്ഞാൽ ആ ഫ്ലെക്സൊക്കെ വെക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക രീതി കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം എക്സസൈസൊക്കെ ചെയ്യാനായിട്ട് നിന്ന്. അങ്ങനെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എക്സസൈസ് ഒക്കെ ഡെയിലി ചെയ്യും. എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് നേരം ഞങ്ങൾ പിന്നെ ഡോജോയിൽ തന്നെ ഇരുന്ന്. ഞാൻ മോൾക്ക് പിന്നെ അവിടെ ഇരുന്ന് ഫീഡ് ചെയ്ത് കുഞ്ഞിനെ ഉറക്കി. പിന്നെ ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും സമയം 1:30 കഴിഞ്ഞു. ഇവിടെ നിന്ന് 10:30 പോയതാണ്. മോൾ അംഗനവാടിയിൽ നിന്ന് ലേറ്റായിട്ടായിരുന്നു മോൾ പോയത്. പിന്നീട് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. ഇത് അവിടെ ഡോജോയിലുള്ളതാട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങാം എന്നുള്ള പ്ലാനിലായിരുന്നു നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു.